ഹലോ ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താണ് എല്ലാവരുടെ വിശേഷം? സുഖമല്ലേ എല്ലാവർക്കും? നമുക്കിന്ന് ചെമ്മീൻ മസാല ഉണ്ടാക്കിയാലോ? അപ്പോൾ അതിന് 1/2 കിലോ ചെമ്മീനെടുത്ത് നല്ല പോലെ തന്നെ വൃത്തിയാക്കി കഴുകി വെള്ളമൊക്കെ കളഞ്ഞിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് വെളുത്തുള്ളി, കുറച്ച് ചുമന്നുള്ളി, പിന്നെ 4 പച്ചമുളക്, 2 ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി എടുത്തിട്ട് ഒരു മിക്സിയുടെ ജാറിൽ ഇട്ടിട്ടുണ്ട്. അതിലേക്ക് ഒരു ചെറിയ ടീസ്പൂൺ പെരിഞ്ജീരകം ഇട്ടിട്ട് നമുക്കതൊന്ന് ചതച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ആ ചതച്ചത് 1.5 ടീസ്പൂൺ നമ്മുടെ ചെമ്മീത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ചെറിയ ടീസ്പൂണിൽ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും, പിന്നെ ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു ചെറിയ ടീസ്പൂണിൽ 1 ടീസ്പൂൺ സുർക്കയും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് നമ്മളെ ചെമ്മീത്തിലേക്ക് ആ മസാല നല്ലപോലെ തേച്ച് പിടിപ്പിച്ചിട്ടില്ലേ, ഒരു അരമണിക്കൂർ നമുക്ക് ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം കേട്ടോ. ഒരു അരമണിക്കൂറൊക്കെ ആയിട്ടുണ്ട്. നമുക്ക് ചെമ്മീനൊന്ന് പൊരിച്ചെടുക്കാം അല്ലേ. അപ്പോൾ അതിന് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായപ്പോൾ ഈ ചെമ്മീനെല്ലാനും അതിൽ ഇങ്ങനെ നിരത്തിയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഭയങ്കരമായിട്ട് മൊരിച്ചൊന്നും എടുക്കണ്ട, ഒരു 1/4 ഭാഗം വെന്ത് വന്നാൽ മതി കേട്ടോ. ഞാനൊരു 5 മിനിറ്റ് മൂടിയിട്ട് വേവിക്കുന്നുണ്ട്. ഒരു 5 മിനിറ്റൊക്കെ ആയപ്പോൾ നമ്മൾ ചെമ്മീത്തിൽ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഒന്ന് തിരിച്ചു മറിച്ചൊക്കെ ഒന്ന് ഇട്ടിട്ട് ഒരു 5 മിനിറ്റും കൂടി നമുക്കൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മളെ ചെമ്മീൻ ഇവിടെ ഒരു 1/4 ഭാഗം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് അടുപ്പത്തു നിന്നൊന്ന് മാറ്റി വെക്കാം കേട്ടോ. പിന്നെ ഞാനില്ലേ ഒരു തവ എടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കുറേ വെളിച്ചെണ്ണ ഒന്നും വേണ്ട, നമ്മൾ ആദ്യം വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്, അതുകൊണ്ടാണ്. പിന്നെ ഒരു സവാള ചെറുതാക്കി അരിഞ്ഞത് അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പം ഈ ഒരു പരുവം ആയാൽ മതി കേട്ടോ, ഭയങ്കരമായിട്ട് മൊരിക്കൊന്നും വേണ്ട. അതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞതും നമ്മൾ ചതച്ചില്ല ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ അതൊരു 1/2 ടീസ്പൂണും കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക കേട്ടോ. ഇവിടെ നമുക്ക് തക്കാളിയില്ലേ ഒന്ന് നല്ലപോലെ ഒന്ന് വെന്ത് അതിൻ്റെ പച്ചമണക്കം ഒന്ന് പോയി വരണം കേട്ടോ. അത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണേ. ഇപ്പം നമ്മളെ തക്കാളി നല്ലപോലെ തന്നെ ഒന്ന് വെന്ത് ഉടഞ്ഞൊക്കെ വന്നിട്ടുണ്ട്. കണ്ടില്ലേ, ഈ ഒരു പരുവം ആയാൽ മതി കേട്ടോ. ഇനി നമുക്കിതിലേക്കില്ലേ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം. 1/2 ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. ഇത് നല്ലപോലെ തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. എല്ലാം കൂടി ഒന്ന് യോജിച്ച് വരണവരെ ഇളക്കി കൊടുക്കണം കേട്ടോ. കണ്ടില്ലേ, ഈ ഒരു പരുവാവണ വരെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമ്മൾ ആ വേവിച്ച് വെച്ച ചെമ്മീൻ അതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇതെല്ലാം നല്ലപോലെ തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണേ. അപ്പോൾ നമ്മുടെ ചെമ്മീനൊന്ന് കുറച്ചും കൂടി വേവാനില്ലേ, അപ്പോൾ അതിന് നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ ഞാൻ ചെമ്മീൻ പൊരിച്ച ആ പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് അതാണ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കണം കേട്ടോ. കുറേ വെള്ളമൊന്നും ഒഴിക്കണ്ട, കുറച്ച് മതി. ഇനി നമുക്കിതൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ഒരു 10 മിനിറ്റ് നമുക്കൊന്ന് അടച്ച് മൂടിയിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. മീഡിയം ഫ്ലെയിമിലാണ് ഞാൻ വേവിക്കുന്നത് കേട്ടോ. ഒരു 10 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. നമ്മുടെ ചെമ്മീൻ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് ഉപ്പ് നോക്കാം കേട്ടോ. ഉപ്പൊക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഈ സമയത്ത് നമുക്കില്ലേ കുറച്ച് മല്ലിയിലയും പുതിനയിലയും ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. അതും ഒന്ന് നല്ലപോലെ തന്നെ എല്ലാം കൂടി ഇളക്കി യോജിപ്പിക്കണം. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, മറക്കണ്ട, എന്നെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. പത്തിരിയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ നമുക്കിത് കഴിക്കാം കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ചെമ്മീൻ വാങ്ങുമ്പോൾ വീട്ടിൽ ചെയ്ത് നോക്കണം. എന്നിട്ട് ഇതിൻ്റെ അഭിപ്രായം കമൻറ്റിലൂടെ എന്നെ അറിയിക്കുകയും വേണം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ മസാലയാണ്. അപ്പോൾ അടുത്ത ഒരു റെസിപ്പി വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ് ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും.